ഒരു സാധാരണ ദിവസമായി അവസാനിക്കേണ്ടിയിരുന്ന ഇന്ന് വളരെയധികം വേദനാജനകത്തോടെയാണ് അവസാനിച്ചത്. ഇന്ത്യയുടെ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന മാധവ് ഗാഡ്ഗിൽ 1942 മെയ് 24 പ്രമീളയുടെയും ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിലിന്റെയും മകനായി പൂനെയിലാണ് ജനിച്ചത്. പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം, മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്ന മാധവ് ഗാഡ്ഗിൽ 2002 ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ടാക്കിയ നിയമസമിതിയിലെ അംഗമായിരുന്നു. 2010 ഫെബ്രുവരി 9 നീലഗിരിയിലെ കോത്തഗിരിയിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ സമ്മേളനത്തിലാണ് പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കുന്നതിന് ഒരു സമിതി വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ടേക്ക് വരുന്നത്. ആ സമയത്തെ, അതായത് 2010 കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രണേഷിന്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി രൂപീകരിക്കുകയുണ്ടായി. അതിന്റെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ കമ്മിറ്റി രൂപീകരിച്ചത് 2010 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതാകട്ടെ 2011. തന്റെ ജീവിതയാത്രയിൽ ഒട്ടനവധി അവാർഡുകൾ മാധവ് ഗാഡ്ഗിലിനെ തേടി എത്തിയിട്ടുണ്ട്. 1981 പത്മശ്രീ, 2006 പത്മഭൂഷൺ, വോൾവോ പാരിസ്ഥിതിക അവാർഡ് 2003, വിക്രം സാരാഭായ് അവാർഡ് 1990, ടൈലർ പ്രൈസ് ഫോർ എൻവയോൺമെന്റൽ അച്ചീവ്മെന്റ് തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്. അതുകൂടാതെ 215ഓളം ഗവേഷണ പ്രബന്ധങ്ങളും 6 പുസ്തകങ്ങളും മാധവ് ഗാഡ്ഗിൽ രചിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വളരെ വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ കരുതുന്നത് പോലെ നൂറ്റാണ്ടുകൾ കഴിയേണ്ടതിന്റെ കാര്യമില്ല. 4-5 വർഷങ്ങൾ മാത്രം മതിയാകും. അന്ന് ഞാനും നിങ്ങളും ഒരുപോലെ ജീവിച്ചിരിക്കുന്നുണ്ടാകും. അന്ന് കാണാം ആരാണ് കള്ളം പറയുന്നതെന്ന്. മാധവ് ഗാഡ്ഗിലിന്റെ ഈ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലായി കരുതിക്കൊണ്ട് സഹീന്റെ പുത്രന് ടീം മിനർവയുടെ ആദരാഞ്ജലികൾ.